അപ്പൊ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ നമ്മൾ തെന്നിയത് കാരണം സംഭവം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അയ്യോ പോറിയില്ലേ, ഇങ്ങനെയാട്ടോ വണ്ടി കേറുന്നേ. ഇവക്ക് നടുവിന് പ്രശ്നമാണ് കേട്ടോ. ബെൽറ്റ് ഇട്ടേക്കാണ്, ബെൽറ്റ് ഇട്ടിട്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ കണ്ട കുഞ്ഞു പെണ്ണിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ തേച്ചിരിക്കുന്ന നമ്മുടെ ഭിത്തി ചെളിമണ്ണ് കൊണ്ട് ചെളിമണ്ണൊന്നും പറയല്ലേ, കളിമണ്ണ് കൊണ്ട് തേച്ച് നമ്മുടെ ഭിത്തി കണ്ട എങ്ങനെയുണ്ട്. ഇപ്പൊ ഉണങ്ങിട്ടോ, ഉണങ്ങി അവിടെ കുട്ടപ്പനായിട്ടുണ്ട്. നമുക്കപ്പോ അവിടെ നിന്ന് ഉണങ്ങി വരുന്നതാണ് കേട്ടോ കളറ്. അപ്പൊ എന്താ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാല്, നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ കൂട്ടുകാർ, നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ കാണുന്ന ഭിത്തി നമ്മള് ഭിത്തി അല്ല കട്ട വെച്ചിട്ട് ഭിത്തി ആക്കിയെടുക്കണം. അവിടെ ഭിത്തി ഇല്ലാതെ ഭിത്തി ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കൂട്ടുകാർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോയിട്ട് കുറച്ച് കട്ട വാങ്ങണം. കട്ട വാങ്ങിയിട്ട് നമുക്ക് സ്വന്തം കട്ട വേറെ പ്രശ്നമുണ്ട്, നമുക്ക് സ്വന്തം വെച്ച് എങ്ങനെയാവും പറയത്തില്ല. അത് തേപ്പുകാരനെ കൊണ്ട് കെട്ടിക്കാനൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും നോക്കാട്ടെ. നമുക്ക് അതാരാ ചേട്ടൻ ആശാരി അടി. അപ്പൊ നമുക്ക് അളവുകളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങള് പോയിട്ട് സംതൃപ്തി, കാരണം നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ അല്ലേ കുഞ്ഞപ്പാ. അപ്പൊ ഞങ്ങള് കട്ട വാങ്ങിക്കാൻ വേണ്ടി പോവാ. കട്ട വാങ്ങിട്ട് ഓടി വരാട്ടോ. നമുക്ക് തേക്കേണ്ട ഒരു കുഞ്ഞാ തേനീച്ച കൊണ്ട് കുത്തുന്നുണ്ട്. അതുണ്ട്, അത് നമുക്ക് ഒരാൾ കമന്റ് ഇട്ടില്ലായിരുന്നോ, വൈറ്റ് സിമെന്റ് അടിക്കാൻ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ കമന്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാത്തൊക്കെ. നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിലത്ത് ഫ്ലോർ ഇടുന്നതിന്റെ ഞാൻ മേലത്തെ എന്റെ ഐഡിയ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേലെ നമ്മുടെ വെളിച്ചം കാലത്തോട് ഹോസ്പിറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും നല്ല കമന്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ വീക്കിലും ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അയാൾക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം കമന്റ്സ് നല്ല നല്ല കമന്റ്സുകളൊക്കെ അയക്കുവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് നമ്മുടെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അയക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാ. നമ്മളാണ്ട് വണ്ടി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോ നേരെ പോയിട്ട് കട്ട വാങ്ങാനുള്ള പരിപാടി. അതെ, ഇന്ന് മഴ കുറവാണ് കേട്ടോ. ഇന്നലെ വെയിലായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിന്റെ സ്റ്റിക്കറൊക്കെ പിന്നെ ഒട്ടിച്ചായിരുന്നു കേട്ടോ. ഓക്കെ പെൺമണി പിന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്, എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നമ്മുടെ വണ്ടി അങ്ങനെ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവക്ക് വരെ മനസ്സിലായിട്ടില്ല. ഒരു മാറ്റമുണ്ട്. വേറെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കട്ട വാങ്ങിയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാറിനകത്ത് തന്നെയാണ് കേട്ടോ. പുറകിൽ കട്ട എടുത്ത് വെച്ചിട്ട് വരാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചാക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഞാൻ പോവാം. അപ്പൊ പോവാട്ടോ നമുക്ക്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ വഴി ഒന്നും ഉണങ്ങിയില്ല. വഴി എത്ര നാളെ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ വണ്ടി കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഉണങ്ങിയപ്പോഴാണ് നമുക്ക് വണ്ടി ആണ്ടെ സമാധാനത്തോടെ ധൈര്യമായിട്ട് ഇറക്കാൻ പറ്റുന്നത് കേട്ടോ. എന്തിന്റെ മേലെ കൂടെ പ്ലാസ്റ്റിക് കുപ്പി അടി കിടപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ എവിടെ നിന്ന് വെച്ചാന്ന്. നമുക്കപ്പോ ആദ്യം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് പോയിട്ട് നമ്മുടെ അച്ചാറ് ഓർഡർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ഇന്ന് അയക്കണോട്ടോ, കൊണ്ടുപോയിട്ട് അയക്കാൻ പോവാ. അപ്പൊ ഫസ്റ്റ് കൊണ്ട് അയച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കട്ട വാങ്ങാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, അച്ചാറ് കഴിച്ച് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കട്ട മേടിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കട്ട മേടിക്കുന്ന സ്ഥലത്തല്ല സംഭവം. കട്ട മേടിക്കുന്ന കൈ ഉറങ്ങി പോയിട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോണേ. കുഞ്ഞിപ്പെണ്ണ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് എണീച്ചിട്ടുണ്ട്. ഇത് നമുക്ക്
അവിടെ കട്ടൻ സെക്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇതാണ് നമ്മുടെ സൈസ് കേട്ടോ, നമുക്ക് വേണ്ട സൈസ് കണ്ടോ. നമ്മുടെ ഓൾറെഡി ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ഈ കട്ട വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. 5-ന്റെ കട്ടയില്ലേ ഇതല്ലേ 5-ന്റെ? ആ ഹോള് ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു, അല്ല ബംഗാൾ ചേട്ടനാന്ന് തോന്നുന്നു. സംഭവം ഏതെങ്കിലും ഭാഷക്കാരനാണേലും അവർക്ക് ചെവി കേൾക്കില്ല എന്നാ ഇവന്റെ വിചാരം. വിളിച്ചായിരുന്നു അങ്ങനെയല്ല മനസ്സിലാവുമെന്നാണ് ഇവന്റെ വിചാരം. ആംഗ്യ ഭാഷ പറഞ്ഞാൽ പകുതി മനസ്സിലാവും. ഭാഷ അറിയണമെന്നില്ല, നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ചേട്ടാ ഉള്ളിത്തണ്ട്, ഉള്ളിന്റെ കുപ്പിയൊക്കെ കാണിക്കുമ്പോൾ ഉള്ളിത്തണ്ട് കാണിക്കും. ഒരു പ്രശ്നമുണ്ട് കൂട്ടുകാരെ, നമ്മുടെ വണ്ടിയിൽ ഇത്രയും കട്ട കയറൂല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ പറ്റത്തില്ല, രണ്ടാമത്തെ കാര്യം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വണ്ടി ഇല്ല, കട്ട എടുത്തിട്ട് പോവാൻ ഇപ്പൊ വണ്ടിയില്ലല്ലോ. അപ്പൊ നമ്മള് പുറത്തുനിന്ന് വേറെ ഒരു ഓട്ടോറിക്ഷ, ഗുഡ്സ് ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കട്ട സിമെന്റ് പറഞ്ഞു കേട്ടോ. അപ്പത്തേക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാം സെറ്റ് ആക്കി വെക്കാം. വീട്ടിൽ പോയിട്ട് നമുക്ക് സെറ്റ് ആവും ഫസ്റ്റ്. ഇപ്പൊ ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോ നമ്മുടെ വണ്ടി വരും. വണ്ടി വരും. നീ വിഷമിക്കാത്ത കാര്യം പറ. നീ പറഞ്ഞോ? വേറെ ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഇവിടെ എന്നെ സമ്മതിക്കണ്ടേ കൂട്ടുകാരെ. അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. എന്നെ ഒന്ന് പറയടാ, ഒന്ന് പറയണ്ട കുഞ്ഞ, നിന്നെ കൊണ്ട്. എടാ ഇവിടെ നോക്ക്, മിണ്ടന്നിരിക്കണ്ടേ. നമ്മൾ ഗുഡ്സ് ഓട്ടോറിക്ഷയില് കേറ്റാന്നല്ലേ പറഞ്ഞിരുന്നേ. അപ്പൊ ഒരു പ്രശ്നം പറ്റി നമ്മുടെ ഗുഡ്സ് ഓട്ടോറിക്ഷ പറഞ്ഞത്, ആ ഗുഡ്സ് ഓട്ടോറിക്ഷ വീണ്ടും മേലേക്ക് കട്ടയും കൊണ്ട് കീറില്ല എന്ന് പറഞ്ഞു. താഴെ ഇറക്കുള്ളൂ, താഴെ നമ്മൾ ചുമക്കേണ്ടി വരും മേലേക്ക്. അപ്പൊ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി നമ്മള് നമ്മുടെ എക്സിബിക്കകത്ത് തന്നെ കയറ്റാൻ വേണ്ടി പോവാൻ കേട്ടോ കട്ട. നമുക്കപ്പോ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചാക്ക് എന്തെങ്കിലും വിരിച്ചിട്ട് വരാം. ചാക്ക് ഷീറ്റൊക്കെ നല്ല കട്ടിക്ക് വിരിക്കാം, കട്ടിക്ക് വിരിച്ചിട്ട് വരാം. കാരണം ഗുഡ്സ് ഓട്ടോറിക്ഷ വെച്ചാൽ ഇപ്പൊ നമ്മുടെ വഴി കണ്ടില്ല, ഇവിടെയാണ് അവർക്ക് നിർത്തിയിടാനും പറ്റുള്ളൂ. ഇവിടെയാണ് അവര് നിർത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ ചുമന്ന് മേലെ കെട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് എക്സിബിക്കകത്ത് കയറ്റാൻ പറ്റുമോ നോക്കാം. എക്സിബിന്റെ ഇങ്ങനെ ആടി ഉലഞ്ഞാണേലും കേറിക്കോളും. സാധനം ഇവിടെ എത്തുകയും ചെയ്യും, നമുക്ക് വേണ്ടടുത്ത് ഇറക്കി വെക്കുകയും ചെയ്യാം. ഇഷ്ടപ്രകാരം ഇറക്കാം. സമയം എടുത്ത് നല്ല ചായ കുടിച്ച് വിചാരിച്ചു ഇവൻ ഇങ്ങനെ കൊതിപ്പിക്കും, എന്നിട്ട് അറിയാൻ മനസ്സിലായി. വണ്ടി ഇവിടെ ഇടാം, എന്നിട്ട് നമുക്ക് ആദ്യം ഷീറ്റ് വിരിക്കാം. ഷീറ്റ് വിരിച്ചിട്ട് കട്ട എടുക്കാൻ പോവാ. അപ്പൊ കണ്ടോ നമ്മുടെ ഷീറ്റ്, അതേപോലെ ഒരു ഇതെന്ന് ചവിട്ടിയല്ലേ വണ്ടിയിലിടുന്നേ, എല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് ഉറങ്ങിക്കൊണ്ടിരുന്നോ? ഇതിലുണ്ടോ പോട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കട്ട എടുക്കൽ ജേണിയിലേക്ക് പോവാണ് കൂട്ടുകാരെ. കട്ട എടുത്തിട്ട് 5 മണി വരെ ഉള്ളൂ. നമ്മൾ 2 ട്രിപ്പ് അടിക്കണം എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ഇപ്പൊ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നില്ലേ, അതില് ഈ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവരുടെ വണ്ടിയൊക്കെ കണ്ടില്ലായിരുന്നോ ന്യൂസില്? ഒരു ട്രക്കൊക്കെ മിലിറ്ററി ട്രക്കൊക്കെ. അത് ആ ട്രക്ക് ഇതാണ് കേട്ടോ, കണ്ടോ? ഇതുണ്ടോ, ഈ ട്രക്കാണ് ആ ട്രക്ക് കൂട്ടുകാരെ. അതിനകത്തെ വിശാഖേട്ടന്റെ കടയാണ് ഇത്, എഞ്ചിൻ റൂം. ആ ട്രക്കാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരെ രക്ഷിക്കാന്. സാമ്പോ പാവട്ടോ, സാമ്പോള് പോയിട്ട് പറയുന്നതാണ്, ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ ഹിന്ദിയിലൊക്കെ ചേട്ടാ ഓട്ടോ വീട്ടിൽ കയറത്തില്ല, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മാത്രമേ ഇടാന്ന് പറയട്ടോ. അപ്പൊ അതാ കട്ട കയറ്റിക്കൊണ്ടിരിക്കട്ടോ കൂട്ടുകാരെ. നിന്റെ കൈ നോക്കണം കേട്ടോ. പാവം ആ ചേട്ടൻ വെച്ചേരാന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ ചേട്ടൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ബായ്. മലയാളം തരുമാ? അല്ല, തരുമോ എന്നുള്ളത് തമിഴല്ലടാ. എൻജിയോ എന്താ പറഞ്ഞേ? ആകെ അറിയുന്നതേ ഉള്ളൂ. എന്താ മോളെ
നീ പറ, എനിക്ക് എന്താ അറിയുന്നത്? അങ്ങനെ കട്ട നിറച്ച് കൂട്ടുകാരെ. കട്ട വണ്ടിക്കകത്ത് നേടെ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടകളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് വേണം നമ്മളെ കയറ്റം കയറാൻ. കൈയാണേൽ കൈ നൈസായിട്ട് ചെറുതായിട്ട് വേനച്ചു. ഇനി പോയിട്ട് നമുക്ക് ഇറക്കിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് അടിക്കാം. ഒറ്റ ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല. ഒറ്റ ട്രിപ്പിൽ അധികം വെയിറ്റ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇതാദ്യം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് വരാവേ. ഇതാരാ പോവാ? വഞ്ചി കിട്ടോ? ആ പോവാ. ഓക്കെയല്ലേ? കേറുമായിരിക്കുമല്ലോ ഒറ്റയടിക്ക്. ഒറ്റയടിക്ക് കേറിയാൽ മതിയായിരുന്നു. ആരുമില്ല വഴിയിലൊന്നും. വഴി ക്ലിയറാണ്. വഴി ക്ലിയറാണ്. അപ്പം നമ്മൾ കേറാൻ പോവാണ്. കേറട്ടെ കേറട്ടെ കേറട്ടെ. പോട്ടെ 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 പോട്ടെ. ആ കുപ്പി കയറിയില്ലേ? അപ്പൊ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ നമ്മൾ തെന്നിയത് കാരണം കണ്ട അവിടെ ഒരു കുപ്പി ഉണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ഇതൊക്കെ ഒന്ന് തുറന്നു വന്നു. കട്ടല്ല സേഫാട്ടോ. കട്ടൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ. അധികം കുലുക്കാനേ പറ്റില്ലല്ലോ. സാധാരണ കുലുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അടിച്ചു പിടിച്ച് കയറാം. കുലുങ്ങിയാലേ കട്ട ഞാൻ പോയിട്ട് ഡോറിട്ടൊക്കെ ഇടിച്ചാല് ഇങ്ങനെ ഡാർക്ക് ഒന്നും ഓർക്കല്ലേ. അതൊക്കെ ഓർത്തിട്ടാണ് വണ്ടി ഓടിക്കുക. പിന്നെന്താ ചുമ്മാ അങ്ങ് കാലും കൊടുത്ത് കയറാന്ന് വിചാരിച്ചിട്ടുണ്ട്. പോട്ടെ പോട്ടെ. സംഭവം വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റാനാണ് കേട്ടോ പ്ലാന്. പോട്ടെ പോട്ടെ. പൊക്കോളും പൊക്കോളും. മാറടാ. ആ മാറി മാറി. ആ പോട്ടെ. മതി 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 മതി. അവിടെ ചെടിയുണ്ട് കേട്ടോ, നമ്മുടെ ആപ്പിൾ ചാമ്പക്ക. പോട്ടെ. ആ കറക്റ്റ് തന്നെ എടുത്തോ. നമ്മൾ ബാക്ക് വെക്കാനാണ് പ്ലാൻ കേട്ടോ. പോട്ടെ 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 പോട്ടെ. അതാ അയ്യോ. പോട്ടെ 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 പോട്ടെ. എനിക്ക് ചുണ്ടിനി എന്താ അടിയിരിക്കാത്ത? ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ ഇത് മതി ഇത് മതി. ഡയറക്റ്റ് എടുത്ത് വെക്കാലോ. എന്താ അങ്ങനെ 30 കട്ട ഇറക്കിയില്ലോ ഞാൻ. അടുത്ത് ഇറക്കുന്നതിന് മുന്നേ ഇതിനകത്ത് കിടക്കുന്ന ഈ മെറ്റൽ ചിപ്സ് ഇല്ലേ, അതെടുത്ത് കൊടയാടാ. ഉണ്ടോ സംഭവിക്ക്? അതടിച്ചു കളയണം. സംഭവന്റെ കയ്യില് വെള്ള വെള്ള കൊമള കട്ടകളായിരുന്നു കേട്ടോ. അത് കൊറേ പൊട്ടി. മറ്റേ ബബിൾ റാപ്പ് പൊട്ടി. സ്കൈന് മമ്മീനെ എടുത്ത് വെക്കാം. പപ്പ ഇവിടെ ഇല്ലാട്ടോ. പപ്പയുടെ പപ്പയും കൂടിയാണ്. പപ്പ കാട് വെട്ടാൻ പോയതാ. ഒരു മമ്മിയാണ് കുഞ്ഞിപ്പെണ്ണ് നോക്കണതുകൊണ്ട് മമ്മിക്ക് എടുക്കാൻ പറ്റത്തില്ല. മമ്മിക്ക് നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് ഇവർക്ക് നടുവിന് പ്രശ്നമാണ് കേട്ടോ. ബെൽറ്റ് ഇട്ടേക്കാണ്. ബെൽറ്റ് ഇട്ടാ കട്ടെടുക്കുന്നത് കേട്ടോ. നമുക്ക് പോയിട്ട് അടുത്തെടുത്തിട്ട് വരാം. പോവാട്ടോ നമ്മള് നെക്സ്റ്റ് ട്രിപ്പ്. വണ്ടി ഉണ്ടേ. ലോറി പിന്നെ ലോറി. സ്കൂൾ വിട്ട സമയം ഏതായിരുന്നേ? നിറയെ സ്കൂൾ ബസ്സാ. മടുത്തോ? ഞാൻ മടുത്തില്ല. എന്താ മിന്നൽ തിളങ്ങി കാറ്റും കോളും പറന്ന് കാടിനാളും വീരനാവും വീരം മണ്ണിൽ പിറ
വന്ന് ഇപ്പൊ ഇച്ചിരി എനർജി കിട്ടിയില്ലേ? ഒരു ചായയും മുട്ടപ്പുസം കിട്ടാൻ വേണ്ടി പാട്ട് പാടും കേട്ടോ. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ ചുമക്കുന്നത് പൊന്നേ. എന്നാ സംഭവം എന്നറിയോ, നമ്മൾ തന്നെ പണിത് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഏതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അയ്യോ ഇനി പറയൂ, പാവ പെണ്ണിനെ കൊണ്ട് പണി എടുപ്പിച്ചിരുന്നേ. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇവള് പറഞ്ഞ് എടുക്കണ്ടെന്ന് പറഞ്ഞ കേട്ടോ. എന്നിട്ട് ഇവള് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് എടുത്താട്ടോ പാവം പോയി. എനിക്ക് എന്റേതായ ഒരു കയ്യൊപ്പം അതിൽ പതിപ്പിക്കണ്ടേ? അതെ, ഞാൻ ഇച്ചൻ മാത്രം ചെയ്തിട്ടുണ്ടല്ലേ, എന്റെ കയ്യൊപ്പം കൂടെ വേണ്ടേ അല്ലേ? അല്ലടോ യാന്ന് പറ. അങ്ങനെ സപ്പോർട്ട് തരണം, അല്ലാതെ ഞാൻ നിന്നെ ധിക്കടിച്ച് ചെയ്യുന്നതെന്ന് പറയൂ. ലാസ്റ്റ് നടുവേന എങ്ങനെ വന്ന അങ്ങനെ ലാസ്റ്റത്തെ ട്രിപ്പും കൂടെ എടുത്തോട്ടെ. എന്റെ പൊന്നെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കട്ടയും സിമെന്റും ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട സിമെന്റ് ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള കട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് എന്തായാലും ലാസ്റ്റത്തെ ട്രിപ്പും കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അതുപോലെ ഇറക്കി വെച്ച സമാധാനായി, റോ മെറ്റീരിയൽസ് ആയി അല്ലേ? അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. സാമ്പ വരുന്നുണ്ട്. എവിടെ സാമ്പനെ കാണാനില്ലല്ലോ? സാമ്പ വരുന്നുണ്ട്. പോരെ എന്റെ മോനെ, സാമ്പ വണ്ടി കയറ്റുന്നുണ്ടോ? ഇങ്ങനെയാട്ടോ വണ്ടി കയറുന്നേ. അയ്യോ എങ്ങനെയാണോ അതിന്റെ ഉള്ളിലിരിക്കുമ്പോ അറിയില്ല കേട്ടോ. കട്ട ഇളകിയോ? ഒരു കട്ട വീണല്ലോ. ആ സീന് ഒരു കട്ട വീണോട്ടോ ഡോറിലേക്ക്. ഇല്ല, തുറന്നില്ല. ഞാൻ മണ്ടത്തെങ്ങാനും ചെയ്ത് വെച്ചാലോ എന്ന് സംഭവിക്കാൻ അറിയാം. ഒരു കട്ട വീണു. നല്ല ഞാൻ തുറക്കാം. നീ ഉള്ളിൽ കൊടുത്തേ പോയി. ഞാൻ തുറന്നൂല്ലോ. സംഭവം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അയ്യോ പോറിയില്ലേ? എന്തോ ഒരു കട്ട അങ്ങ് പോന്നു. എന്തോ ഇവിടെ സാരമില്ല കേട്ടോ, സാരമില്ല നടാ. സാരമില്ല, ചെറുതായിട്ട് നല്ലോണം. അയ്യോ ഇത്തരം പോരും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മാനെ. സാരമില്ല, പറ്റേ. എടാ വെക്കോ, എടാ അവൻ ഉറങ്ങുന്ന നോക്കിയാ. മാറടാ, എടാ ഇവൻ മാറുന്നില്ല. എടാ മാറി നിക്കടാ, ഇവന് മനസ്സിലാവല്ലേ? മാറങ്ങോട്ട്. മാറണ്ടേ? എടാ മാറട വെക്കൂ. അതിന്റെ ഇടയിൽ അവനെ കൊഞ്ചിക്കാൻ വന്നെയാന്ന് അവന്റെ വിചാരം. കൂട്ടിക്കേറ്. അവന് കട്ട വേണ്ട ഇപ്പോ. പോട്ടെ. ആ മതി, അങ്ങനെ മതിടാ. അല്ലേ ഇപ്പൊ അപ്പുറം ഓഡിറ്റോറിയത്തിൽ പോയിരിക്കും. ഇനി ചായ കുടിച്ചിട്ട് കട്ടേർക്കാം. പഴംപൊരി വെയിറ്റ് അമങ്ങിയില്ലേ? അയ്യോ ചായ കുടിച്ചിട്ട് മാറ്റിയാ മതി. അതെപ്പോ മാറ്റണോ? സേഫ്റ്റിക്ക് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവര് നിസാരക്കാരൊന്നല്ലേ. അതൊക്കെ ഇത് കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നേ. പക്ഷേ കാണുമ്പോ മനസ്സിലാവില്ല, ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഓരോന്നും മനസ്സിലാവുകയും പഠിക്കുകയും ചെയ്യാം. ഞാൻ പിടിക്കാടാ. അയ്യോ സംഭവം കുഞ്ഞാ, ബാറ്ററിയിലോ? ഞാൻ പോയിട്ട് ചാർജ് കുത്തിയിട്ടിട്ട് വരാം. നമുക്ക് എന്നിട്ട് ഇറക്കിയിട്ട് വരാം. അപ്പത്തേക്ക് ഞങ്ങള് ചാർജ് കുത്തിയിട്ട് ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന കാണാം.
അങ്ങനെ എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കട്ട കറി കഴിഞ്ഞ് പൊന്നു മടുത്ത്. പപ്പ വരുന്നതിന്റെ സന്തോഷം നോക്കി. പപ്പ പണി കഴിഞ്ഞിട്ട് വന്നട്ടോ. പപ്പ കാട് വെട്ടാൻ പോയതായിരുന്നു. അപ്പൊ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പണ് ഓടുക. നീ അങ്ങോട്ട് ഓടണേ. എന്താ സംഭവം? ഓ മെല്ലെ മെല്ലെ മെല്ലെ. അവള് ചെരുപ്പിട സമ്മതിക്കുന്നില്ല കേട്ടോ. ചെരുപ്പിടാണ്ട് ഓടുവാ. കാലുവേദനയാ. ചായ കുടിക്കല്ലേ? നമ്മളെന്തായാലും 2 വട്ടം ട്രിപ്പ് അടിച്ചുകൊണ്ട് അത് നമ്മൾ ലാഭിച്ചു. ഗുഡ് ജോബ്. അങ്ങനെ വണ്ടി ഫുള്ള് എംറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വണ്ടിയിലുള്ള സാധനങ്ങളെല്ലാം ഇറക്കി നമ്മൾ മറ്റേ ബ്രഷും കൂടെ തുടച്ചട്ടോ. അപ്പോൾ അവിടെ ഇത്രയും കട്ട ഇറക്കിയിട്ടുണ്ട് കൂട്ടുകാരെ. 57 കട്ടയുണ്ട് കേട്ടോ. 57 കട്ട വെച്ചിട്ടാണ് ഇനി നമ്മുടെ കലാപരിപാടികൾ നിങ്ങൾ ഇനി ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, നല്ല ചൂട് പഴംപൊരി, ചൂട് പക്കുവടയും, ചൂട് മുരിമുരാന്നുള്ള പക്കാവട കേട്ടോ. കാണിച്ചതാ ഷാജേട്ടനാണോ? എന്താടാ പട്ടിക്കുഞ്ഞിന് തൂഞ്ഞിപ്പെണ്ണ്? എന്താ കുഞ്ഞിപ്പെണ്ണോക്ക് മടുത്തോ? മടുത്തോ അല്ലേ? കുറച്ച് ഇനി ചായ കുടിച്ചേക്കാം. ഇന്ന് ഇനി ഒരു പരിപാടി നടക്കൂല. ഇനി അടുത്തൊന്നും നടക്കൂല കേട്ടോ. ചായ കുടിക്കും, പഴംപൊരി. അതെ, എന്നിട്ട് റെസ്റ്റ് എടുക്കും. ഇനി അപ്പൊ നാളെ ഇനി കെട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കാം. നമ്മുടെ വീഡിയോ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുന്നവര് മറക്കണ്ട. ഇൻട്രസ്റ്റിംഗ് കമന്റ് വരുന്നവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു സർപ്രൈസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് ഈ ഞായറാഴ്ചയാണ്. അപ്പൊ വേഗം കമന്റ് അയക്കാത്തവര് വേഗം അയച്ചോളൂ. അത്രയുള്ളവരാ. അപ്പൊ അത്രയുള്ള വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം.